Hi all, welcome back to Mommy's Gusto. ഇന്ന് ഞാനിവിടെ ഒരു ഫിഷ് ഗ്രേവിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. വളരെ വ്യത്യസ്തമായ എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഫിഷ് ഗ്രേവി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഒരു ബൗളിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 3/4 ടീസ്പൂൺ ക്യൂമിൻ പൗഡർ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ വിനേഗർ എന്നിവ ചേർത്ത് നന്നായി ഒന്ന് കുഴച്ച് യോജിപ്പിക്കുക. ഞാനിവിടെ കിങ് ഫിഷാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഫിഷ് വേണമെങ്കിലും എടുക്കാം. നന്നായി ക്ലീൻ ചെയ്ത ശേഷം ഈ മസാല ഒന്ന് നന്നായി തേച്ച് പിടിപ്പിക്കണം. നന്നായി തേച്ച് പിടിപ്പിച്ച ശേഷം ഇതൊരു അരമണിക്കൂർ മാറ്റി വെക്കണം. ഒരു പാനിൽ എണ്ണ ചൂടായ ശേഷം ഈ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്യുമ്പോഴേക്കും ഇതിലേക്കുള്ള മസാല റെഡിയാക്കാം. അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് മീഡിയം സൈസ് 3 തക്കാളി അരിഞ്ഞതും 3 പച്ചമുളകും പിന്നെ അല്പം മസാലപ്പൊടി ചേർക്കണം. നേരത്തെ നമ്മൾ ഫിഷിലേക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട അതേ മസാല തന്നെയാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എന്നിവ ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കണം. ഫിഷ് എല്ലാം ഒരു ഭാഗം വെന്തിട്ടുണ്ട്. ഇതൊന്ന് തിരിച്ചിടാം. ഫിഷ് എല്ലാം വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതേ എണ്ണയിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച മസാല ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം. നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് ഇതിലേക്ക് മിക്സിയുടെ ജാറിൽ അല്പം വെള്ളം കൂടെ ഒന്ന് ചുഴറ്റി കൂടെ ചേർത്ത് എണ്ണ തെളിയുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നന്നായി തള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അരമുറി നാരങ്ങയുടെ നീര് കൂടെ ചേർത്ത് അല്പം കൂടെ ഉപ്പ് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ എണ്ണയെല്ലാം നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിലെത്തുമ്പോൾ ഇതിലേക്ക് ഒരു പിടി മല്ലിയില ചെറുതായി അരിഞ്ഞതൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച മീനുകൾ ഓരോന്നായി ചേർത്ത് മീനുകൾ ഉടയാതെ ഈ മസാലയിൽ പൊതിഞ്ഞ് വരത്തക്ക രീതിയിൽ ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് എടുക്കണം. ഇപ്പോൾ ഗ്രേവി എല്ലാം നന്നായി കുറുകി ഈ ഒരു സ്റ്റേജിലെത്തുമ്പോൾ നമുക്ക് ഫ്ലെയിം ടേൺ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഫിഷ് ഗ്രേവി ഇവിടെ തയ്യാറായിട്ടുണ്ട്. വ്യത്യസ്തമായ ഈ ഫിഷ് ഗ്രേവി ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിയുടെ കുബൂസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാം ഈ ഒരു ഫിഷ് ഗ്രേവി ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. നിങ്ങൾക്കെല്ലാം ഈ ഫിഷ് ഗ്രേവി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. സോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.